ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ചാറാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കണക്കായി മുന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ മാങ്ങ കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊലിയൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാങ്ങ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് പുളിയൊക്കെ ഉള്ള മാങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഒരു നുള്ള് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർക്കുമ്പോൾ കൂടി പോവണ്ട. ഒരു മാങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു നുള്ള് ഉലുവൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഉലുവ കൂടി പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് കയ്പ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 6-7 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചധികം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു അച്ചാറിന് കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ. ഈ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറാണ് ഈ ഒരു അച്ചാറിന് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കടുകും ഉലുവൊക്കെ നല്ലോണമൊക്കെ ഒന്ന് പൊട്ടി വരും വേണം. പിന്നെ ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം നല്ലോണമൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. മാങ്ങ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിൽ ആക്കിയെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഈ ഒരു മാങ്ങ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ മാങ്ങക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. മാങ്ങ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പാനിൽ തന്നെ വെച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പാനിൻ്റെ ചൂട് കാരണം മാങ്ങ വീണ്ടും നല്ലോണം സോഫ്റ്റ് ആയിട്ട് പോകും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണമൊക്കെ ഒന്ന് ചൂടാറിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ലോണം ചൂടാറിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ചെറിയൊരു അളവിലല്ലേ ഇതുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടി ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല, കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എരിവ് കൂടുന്ന് കരുതിയിട്ടാണ്. ബാക്കിയുള്ള പൊടി നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നീട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴോ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കൈകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താലും മതി കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാങ്ങ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ പച്ച മാങ്ങയുടെ ഒക്കെ സീസണല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ ഇപ്പോൾ ഒഴിച്ച് കറി മാത്രമുള്ളെങ്കിൽ ഇതുപോലൊരു അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2 പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.